കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നോടാണോ വൈദേഹി നിന്റെ കളി? എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവും. കമ്പിയില് കാല് കുടുങ്ങി കമന്നടിച്ചു വീഴണം. പല്ലും മൂക്കും ഒക്കെ ചതഞ്ഞു വീർത്ത് പല്ല് 32 താഴെ കിടക്കണം. എന്നോട് കളിച്ചാൽ അത്രയെങ്കിലും നിനക്ക് കിട്ടണ്ടേ? മാളവിക എന്താ വൈദേഹിയുടെ സാരി എടുത്തോണ്ട്? വേണ്ട, ഇപ്പൊ ചെന്നാ കമ്പി എടുത്ത് മാറ്റിയ ആര് കെട്ടിയതാ എന്താന്നൊക്കെ ചോദിച്ച് എല്ലാരും എന്റെ നേരെ തിരിയും. മാളവികേ, മാളവികേ, ആദ്യം കമ്പി അഴിച്ചു മാറ്റട്ടെ. മാളവികേ, 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 ഏയ് മാളവികേ, നീ കണ്ണു തുറക്ക്. മാളവികേ, മാളവികേ എഴുന്നേക്ക്. മാളവികേ, എന്താ പറ്റിയേ? മാളവികേ, മാളവികേ, ഇങ്ങ് നോക്ക്. എന്തു പറ്റി എടുത്തേ? എനിക്കറിയില്ല ദേവ, ഞാൻ വന്നപ്പോ ഇവിടെ വീണ് കിടക്കുമായിരുന്നു. മാളവികേ, മാളവിക, മാളവിക, മോളെ മാളവികേ, മോളെ എന്താ പറ്റിയേ? എന്താ പറ്റിയേ? മോളെ മാളവികേ, എന്താ പറ്റിയേ? മോളെ എന്താ പറ്റി? മാളവികേ, മോളെ മാളവികേ, എന്താ പറ്റിയേ? അറിയില്ല അച്ഛാ, എന്താ മോളെ പറ്റിയത്? എന്താ ഉണ്ടായേ? മോളെ അറിയില്ല. മാളവികേ, മോളെ കണ്ണു തുറക്കും. മാളവികേ, മാളവികേ, മോളെ ഒന്ന് കണ്ണു തുറക്ക്. എന്താ ഉണ്ടായേ ദേവാ? എന്താ പറ്റി? അറിയില്ലമ്മേ, എന്താ സംഭവിച്ചെന്നറിയില്ല. മോളെ മാളവികേ, മോളെ കണ്ണു തുറക്ക്. മാളവിക, മോളെ ഒന്നുമില്ല. എന്താ മാളവികേ? ഹോസ്പിറ്റലിൽ പോവാം. പിന്നെ വണ്ടി ഇട്. ശരി. അച്ഛാ, മാളവിക ശാന്തിയമ്മയുടെ മോളല്ല. ആ സ്ഥാനത്ത് അവള് വന്നിരിക്കുന്നത് എന്തോ വലിയ ദുരുദ്ദേശത്തോടു കൂടിയാ. അവൾ ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ ക്ഷണവും എന്റെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ആപത്തുണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ സൂചന, മാളവിക ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റിയ ചെറിയൊരു തെളിവ് മതി. എന്റെ കുടുംബത്തെ ഈ കഷ്ടകാലത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? വിനയ, വിനയ, വിനയ. വൈദേച്ചി, എന്താ വൈദേച്ചി? എന്താ വീട്ടിലാരും ഇല്ലാതെ? എല്ലാരും ഇവിടെ പോയിരിക്കാ? ഹോസ്പിറ്റലിൽ പോയേക്കോ? ആശുപത്രിയിലേക്കോ? എന്തു പറ്റി? മാളവിക സ്റ്റെപ്പ് ചെയ്ത് താഴെ വീണ് ചേച്ചി. എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായേക്കോ? സ്റ്റെപ്പിന്ന് താഴെ വീണെന്നോ? എങ്ങനെ? പടി ഇറങ്ങി വരുമായിരുന്നു. പടി ഇറങ്ങി വരുമ്പോ? അതെ വൈദി ചേച്ചി, എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് കവിഴ്ന്നടിച്ച് താഴെ വീണു. ബോധവും പോയായിരുന്നു. എല്ലാവരും കൂടെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പടി ഇറങ്ങുമ്പോ ചുമ്മാതൊരാളങ്ങ് വീഴൂ? എന്തോ ഉണ്ടല്ലോ. ഇതെന്താ? ഇവളെപ്പോഴാ എന്റെ സാരി എടുത്തു കൊടുത്തേ? ശ്രദ്ധിച്ചു.
ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? വലിയ കുഴപ്പമില്ല അമ്മാവ. വൈദേഹി, നീ ഇതെവിടെ പോയതാ? ഒന്ന് അമ്പലത്തിൽ പോയത് ദേവേട്ടാ. നിങ്ങളെല്ലാരും ആശുപത്രി പോയിരിക്കാന്ന് പറഞ്ഞു. എന്തുപറ്റി മാളവികയ്ക്ക്? അറിയില്ല, ആ സ്റ്റെയറിൽ നിന്നെങ്ങാണ്ട് താഴെ വീണെന്നാ വിനയം പറഞ്ഞേ. നിന്റെ മുഖം പൊളിക്കാനാ ഞാനത് ചെയ്തത്. പക്ഷേ ഏറെയായത് അവള്. എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള അത്ര പരിക്ക് പറ്റിയ പോലെ തോന്നുന്നില്ലല്ലോ. പുറത്തേക്കൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. തലയടിച്ചിട്ടാണ് വീണത്. ബോധം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ തന്നെ ബോധം തെളിയുമായിരുന്നു. ഞങ്ങളെല്ലാവരും പേടിച്ചിട്ട് കൊണ്ടുപോയതാ. ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്തു. ദൈവത്തിന്റെ കൃപ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല മോളെ, എന്തൊരു വീഴ്ചയാ മോളെ വീണത്. എങ്ങനെയാ വീണേന്ന് അറിയില്ല. കാലിൽ എന്തോ തടഞ്ഞിരുന്നു. പെട്ടെന്നാ വീണത്. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കാലിൽ തടയാൻ പടുത്തിട്ടിൽ എന്താ ഉള്ളത്? ദേവനെ ഓർത്ത് തുള്ളിച്ചാടി നടക്കുമ്പോ നിന്റെ കാല് താഴെ തൊടാറില്ലല്ലോ. കാരണം എന്തെങ്കിലും ആവട്ടെ, മോള് ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ നിന്റെ അമ്മയെ ഓർത്തുപോയി. കാരണം അന്ന് പൂർണ്ണ ഗർഭിണിയായ അവളെ ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നേ. നീ ജനിച്ചതും അവിടെ തന്നെയാ. അതെ അമ്മാവ, ഞാൻ ജനിച്ചത് ആ ഹോസ്പിറ്റലിലാണോ? എന്തൊരു ഓവർ ആക്ടിങ്ങാ. സ്വന്തം അനന്തരവള് പോലും ഇത്രയ്ക്കും ഫീൽ ചെയ്തെന്ന് വരില്ല. അതേ മോളെ, നീ ജനിച്ച സന്തോഷത്തില് അന്ന് അവിടെ ഞങ്ങൾ സാരി വിതരണവും നടത്തിയിരുന്നു. ഇപ്പൊ നിന്റെ അമ്മയില്ല. അവളുടെ ഓർമ്മകളൊക്കെ ഇപ്പോഴും ആ ഹോസ്പിറ്റലുള്ള പോലെ. മോളൊന്ന് ശരിക്കിരുന്ന് ആലോചിച്ച് നോക്കി. മോളോടന്ന് അവസാനമായിട്ട് അമ്മ എന്താണ് പറഞ്ഞിട്ട് പോയേ? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മയില്ല അമ്മാവ. എന്നോടൊന്നും പറഞ്ഞിരുന്നുമില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നാൾ അമ്മയുടെ വരവും കാത്ത് ഞാൻ ആ ആശ്രമത്തിൽ കഴിയില്ലായിരുന്നു. അപ്പൊ തന്നെ അമ്മയും തിരിഞ്ഞ് ഞാൻ ആ അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയേനെ. എനിക്കെന്നും അമ്മ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും ഇന്ന് വരെ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, നീ കുറച്ചേരം ചെന്ന് കിടക്ക്. ചെല്ല്. എഴുന്നേക്ക് മോളെ. എഴുന്നേക്ക്. നടക്ക. ചെല്ല്. സാരല്ല അമ്മായി, ഞാൻ പോയിക്കോളാം. ഇവൾ എന്റെ സാരി എടുത്തുകൊടുത്തത് എന്തോ ദുരുദ്ദേശത്തോടെയായിരിക്കണം. അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷ. ഇവളുടെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കണ്ട രാമ. ഒരു ചെറിയ തെളിവ് കിട്ടിയാൽ മതി. എന്നെ ഒന്ന് സഹായിക്ക. വിനിയ, ഈ റിപ്പോർട്ട്സ് ഒക്കെ മാളവികയുടെ എടുത്തുകൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. അന്ന് പൂർണ്ണ ഗർഭിണിയായ അവളെ ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നേ. നീ ജനിച്ചതും അവിടെ തന്നെയാ. വിനയ, എന്താ ചേച്ചി? നീ ആ ഫയലിങ് തന്നേക്ക്. ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ്. വൈദേഹി എന്തോ നോക്കുന്നേ? ഒന്നുമില്ല വിനയ, തൽക്കാലം ഈ റിപ്പോർട്ട് എന്റെ കയ്യിലിരിക്കട്ടെ. നീ പൊയ്ക്കോ. മാഡത്തിന്റെ റിപ്പോർട്ട് ഞാൻ തന്നെ സൂക്ഷിച്ചു വെച്ചോളാം. എന്നാ ശരി വൈദേഹി.
ചെറിയൊരു തെളിവ് തരണേന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷെ നല്ല ഉറപ്പുള്ള തെളിവ് തന്നെ നീ തന്നത്. ശാന്താദേവി അമ്മായി പ്രസവിച്ചത് ആ ഹോസ്പിറ്റലിലാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അവിടെയുള്ള ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ഉണ്ടാവില്ലേ? ഈ മാളവികയുടെ ബ്ലഡ് ഗ്രൂപ്പും അന്ന് ജനിച്ച കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പും മാച്ച് ആയില്ലെങ്കിൽ ഇവള് ശാന്തിയമ്മയുടെ മോളല്ലാന്ന് തെളിയിക്കാൻ പറ്റൂ? ഒരു പരിധിവരെ പറ്റും. കാരണം ലോകത്ത് പലർക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണെങ്കിൽ അവിടെ ഉറപ്പിക്കുകയും ചെയ്യും. എന്നാലും ഇവള് കള്ളിയായതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചേരാതെയാവാം. ഈ ഒരു തെളിവോടുകൂടി ഇതിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണേ രാമ. എന്നെ അനുഗ്രഹിക്കൂ ശ്രീരാമ. എന്റെ അമ്മോ, ഇവള് കാണാൻ പാവയാണെന്നേ ഉള്ളൂ. കുരുട്ടു ബുദ്ധിയാ. ഇപ്പൊ അവളെങ്ങാനും ഹോസ്പിറ്റലിൽ ചെന്നാ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആയില്ലെങ്കിൽ ഞാനല്ലെന്ന് അവൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയും നാളത്തെ കഷ്ടപ്പാടും വെള്ളത്തിലാവും. എന്താ ചെയ്യാ? ഛെ, പോയല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ ഇവളെ പിടിച്ചു നിർത്തിയാ ഇവക്ക് കാര്യം പിടികിട്ടും. അവള് പോട്ടെ, പക്ഷെ അവിടെ എത്തുകയും ചെയ്യരുത്. എന്താ ഇതിനൊരു വഴി? ആ, മിനിസ്റ്റർ അങ്കിളെ വിളിക്കാം. മോളെ മാളവികെ, നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ, എന്തിനീ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഫോണകത്ത് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല അമ്മായി. എഴുന്നേറ്റ് നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. ആ ഫോൺ എടുത്ത് മാറ്റി വെക്കാൻ നോക്ക്. എന്നിട്ട് മോള് കുറച്ചു നേരം കിടക്ക്. എനിക്കിപ്പോ കുഴപ്പമില്ല അമ്മായി, ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെയൊക്കെ തോന്നുന്നു നിനക്ക്. നാളെ ചതവിന്റെ വേദന അറിയാം. പറയുന്നത് കേക്ക്, അകത്തേക്ക് വാ. അകത്തേക്ക് കേറി വാ. നടക്ക്. മാളവിക, എന്താ മോളെ, നീ എന്തീ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഒന്നുമില്ല അമ്മായി. ക്ഷീണം തോന്നുന്നുണ്ട് മോക്ക്. അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട അമ്മായി. എന്നാ കുറച്ച് ജ്യൂസ് തരട്ടെ? വേണ്ട അമ്മായി. എന്നാ ഞാൻ കുറച്ച് ചൂട് പാല് കൊണ്ടുതരാം. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. കൗസല്യേ, ഒരു മിനിറ്റ് മോളെ, ദാസേട്ടൻ വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ വരാവേ. ഇതിനെ കൊണ്ട് The number you are trying to call is currently not reachable. ഈശ്വര, മിനിസ്റ്റർ അങ്കിളുടെ ഫോൺ ഓഫ് ആണല്ലോ. ഈ ഇടിയായിട്ട് എപ്പോ വിളിച്ചാലും നോട്ട് റീച്ചബിൾ തന്നെയാ. വൈദേഹി ആ ഹോസ്പിറ്റലിൽ എങ്ങാനും ചെന്നാ ഇതുവരെയുള്ള എന്റെ കഷ്ടപ്പാടെല്ലാം വെള്ളത്തിലാവും. അയ്യോ. ആ, മമ്മിയെ വിളിക്കാം. പറയൂ ബേബി. ഇപ്പൊ എവിടെയാ മമ്മി? ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ. പറഞ്ഞോ, എന്താ കാര്യം? അർജന്റായിട്ട് മമ്മി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താ കാര്യം? നീ പറ. ഹലോ ഹലോ. ഛേ, എന്താ ഫോൺ വെച്ച് കളഞ്ഞത്? വീണ്ടും നീ ഫോൺ എടുത്തല്ലേ? ഇത്ര അത്യാവശ്യമായിട്ട് ആരെ വിളിക്കാനാ നീ ഫോൺ എടുത്തതിപ്പോ? പറയുന്നതൊന്ന് മനസ്സിലാക്ക മോളെ. ഇങ്ങതാ മോളിരുന്നേ. എന്നിട്ട് ഈ പാല് കുടിക്കും.
എനിക്ക് മതി അമ്മായി. അതങ്ങോട്ട് മുഴുവനും കുടിച്ച്. ഇനി മതി അമ്മായി. എന്നാ പിന്നെ മോൾക്ക് ഉറക്കം വരുന്നവരെ ഞാനും കൂടി ഇവിടെ ഇരിക്കാം. മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മമ്മി നോക്കിക്കോളാന്ന് പറഞ്ഞ് കട്ട് ചെയ്തല്ലോ. വീണ്ടും വിളിക്കാൻ ഇവരിവിടുന്ന് എഴുന്നേറ്റ് പോവണ്ടേ? എന്താ ചെയ്യ? അതെ, പറഞ്ഞോളൂ. ഞാൻ കൊട്ടാരം വീട്ടിൽ നിന്നാ വരുന്നേ. നമസ്കാരം മാഡം. എന്താ വേണ്ടത് മാഡം? വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അമ്മായിയുടെ പ്രസവം ഇവിടെയായിരുന്നു. ആ കുട്ടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഒന്ന് എടുക്കണമായിരുന്നു. നമുക്ക് നോക്കാം മാഡം, വരൂ. ഇതാ അവിടെ ഉണ്ടാവും. 20 വർഷം മുമ്പുള്ള ഫയൽസ് ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. മാഡം, എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഡ്യൂട്ടി ഡോക്ടറുടെ കോളാ. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ? ആയിക്കോട്ടെ. പ്രസവം എവിടെയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആരെങ്കിലും അത് ഇവിടെ നിന്നെടുത്ത് മാറ്റിയോ? മാഡം കിട്ടിയോ മാഡം? ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആരെങ്കിലും ഇവിടെ വന്ന് റിപ്പോർട്ട് തപ്പിയിരുന്നോ? ഇല്ലല്ലോ മാഡം. എന്തായാലും അതിവിടെ ഇല്ല. എന്ന് വരും മാഡം. ഹായ് മാഡം, ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാ, ഹെഡ് നേഴ്സായിട്ട്. ഓ, വെൽക്കം. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ സൂക്ഷിക്കുന്ന ഒരിടം ഉണ്ടായിരിക്കണമല്ലോ. അതെവിടെയാന്നൊന്ന് പറഞ്ഞു തരുമോ? ഓ, അതാണോ? ഞാൻ കാണിച്ചു തരാം. ആ റിപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ മാളവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. അതും കൈവിട്ടു പോയി. ആരായിരിക്കും അത് എവിടെ നിന്നെടുത്ത് മാറ്റിയത്? മാളു ബേബി, ഇനി നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈദേഹിയുടെ ചാപ്റ്റർ ക്ലോസ്.
എന്തു പറ്റിയോ ആവോ? ആ റിപ്പോർട്ട്സ് കിട്ടിക്കാണോ? കിട്ടിയാലൊരു പക്ഷേ അതിലെ ബ്ലഡ് ഗ്രൂപ്പും എന്റെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ മാച്ച് ആയില്ലെങ്കിലോ? അത് മതി ഞാൻ ഇവിടുത്തെ ആരുമല്ലെന്ന് തെളിയിക്കാൻ. ഹലോ അമ്മ. എന്താ ബേബി, നീ വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ. പിന്നെ പേടിക്കാതെ എന്താ ചെയ്യാ? എന്റെ ടെൻഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ തല പൊട്ടി പൊളന്നു പോവുക. അമ്മയുള്ളപ്പം നീ എന്തിനാ മോളെ ടെൻഷൻ അടിക്കുന്നേ? എന്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അമ്മ അടങ്ങിയിരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിരിക്കട്ടെ, എന്തായമ്മേ കാര്യം? ഹോസ്പിറ്റലിൽ പോയിരുന്നോ? റിപ്പോർട്ട് കിട്ടിയോ? വൈദേഹിക്ക് കിട്ടാതെ അത് നശിപ്പിച്ച് കളഞ്ഞോ? എല്ലാം ക്ലിയർ ആണ് ബേബി. ഞാൻ അവിടുന്ന് റിപ്പോർട്ട്സും എടുത്തു, അത് പിച്ച് കീറി വലിച്ചെറിയുകയും ചെയ്തു. ഇനി ആ വൈദേഹി മാത്രമല്ല, അവളെ സൃഷ്ടിച്ച ദൈവം താഴെ ഇറങ്ങി വന്നാ പോലും നീ ദശരഥ രാമവർമ്മയുടെ അനന്തരവളല്ലാന്ന് തെളിയിക്കാൻ ഒരു തെളിവും ഈ ഭൂമുഖത്തില്ല. സത്യാണോ അമ്മേ? എനിക്കിപ്പോഴാ ഒരു സമാധാനായത്. എന്റെ ടെൻഷനൊക്കെ മാറി അമ്മേ. സത്യം എങ്ങാനും പുറത്താവോ, ദേവൻ എങ്ങാനും എനിക്ക് നഷ്ടപ്പെടുവോന്നൊക്കെ ഓർത്ത് ഞാൻ വല്ലാതെ പേടിച്ചിരിക്കായിരുന്നു അമ്മേ. എന്തിനാ മോളെ വെറുതെ പേടിക്കുന്നെ? ഇത്രയും നാളും ധൈര്യമായിട്ട് നീ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചില്ലേ? ഇനിയുള്ളതും ഭംഗിയായിട്ട് നടക്കും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളത് നീ മറക്കണ്ട. താങ്ക് യു അമ്മ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ പെട്ടുപോയില്ലേ. പെട്ടെന്നാ അമ്മയുടെ കാര്യം ഓർത്തത്. അമ്മയുള്ളത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ പിടികൂടാൻ പുറകെ നടക്കുന്ന ആ വൈദേഹിയെ ഞാൻ മൂക്കുകൊണ്ട് എണ്ണ വരപ്പിക്കും. ധൈര്യമായിട്ടിരിക്കു ബേബി. മാർഗം എന്തായാലും ഒടുവിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കണം. അതൊക്കെ ഞാൻ ഏറ്റില്ലേ അമ്മേ. എന്നാ വെക്കട്ടെ. ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമായി എന്റെ മകളെ നിന്റെ വീട്ടിലേക്ക് അയച്ചത് എന്തിനാന്നറിയാമോടാ ദാസ? പണ്ട് എനിക്കുണ്ടായ ഒരു അപമാനം നീ ചിലപ്പോ മറന്നുപോയിട്ടുണ്ടാവും. എന്റെ മനസ്സിലത് കനലായി കിടപ്പുണ്ട്. ചന്ദ്രിമോളെ, ഈ ആഭരണങ്ങളെല്ലാം കൂടി ഇട്ടപ്പോ നിനക്കിപ്പോ സ്വർണത്തെക്കാളും തിളക്കാണല്ലോടി മോളെ. ചന്ദ്രികേ,